ദീനബന്ധു ജഗൽപതി ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമസ്തുതേ എന്നുള്ള ആ ഒരു ഇത് നമ്മൾ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വരണം. മണിവർണ്ണ ശ്രീകൃഷ്ണ രാമനാമം ചൊല്ലാനാണു നേരമെങ്കിലും ഭാഗ്യം നൽകും. ഭഗവാന്റെ നാമചങ്ങളിൽ ചെല്ലണമെന്നുണ്ടെങ്കിൽ തന്നെ ഉണ്ടല്ലോ, അതിനും ഭഗവാന്റെ അനുഗ്രഹം വേണം. ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കണം, ഭഗവാനെ അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ഉണ്ടാവണമേ. എന്തിനു വേണ്ടിയിട്ട്? തിരുനാമം ചൊല്ലാനെ കൊണ്ട്. ആ അണുനേരമെങ്കിലും ഭാഗ്യം നൽകൂ. നമ്മളിപ്പം ഒരുപാട് ജോലികളൊക്കെ ഉണ്ട്, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ, ആരും പറയുന്നില്ല നിങ്ങൾ പൂജാമുറിയിൽ 10 മണിക്കൂർ ഇരിക്കാനെ കൊണ്ട്, അല്ലെങ്കിൽ 4 മണിക്കൂർ ഇരിക്കുക, 5 മണിക്കൂർ ഇരിക്കുക, ആരും പറയുന്നില്ല. പക്ഷേ നമുക്ക് ആ സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, മീൻസ് ഇപ്പം വാനപ്രസ്ഥമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെല്ലാം ഒന്ന് സെറ്റായി, അല്ലെങ്കിൽ കൊച്ചുമക്കളും ഒന്നുമില്ല, അമ്മമാരും അച്ഛന്മാരും മാത്രം താമസിക്കുന്ന വീടൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള ഒരു സൗകര്യം ഉണ്ട്. അതെല്ലാം വർക്കിംഗ്, ഇപ്പൊ ജോലിക്ക് പോകേണ്ട ആൾക്കാർ അവിടെ ഇരുന്നിട്ട് 10 മണിക്കൂർ നാമം ചെല്ലാൻ പറഞ്ഞ പറ്റില്ല. ഭഗവാൻ ഇങ്ങനെ ഒന്ന് പക്ഷെ ആ പ്രാർത്ഥനയായിരിക്കണം എന്നുള്ളതാണ്. മനസ്സിലായി പറഞ്ഞത്? ആ പ്രാർത്ഥനയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഭഗവാന്റെ ആ കാരുണ്യം തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് എന്താ വേണ്ടുന്നത്? നമ്മള് മണിവർണ്ണ ശ്രീകൃഷ്ണ രാമനാമം ചൊല്ലാൻ അണുനേരമെങ്കിലും ഭാഗ്യം നൽകൂ. ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കണം. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ഗുരുവായൂരപ്പ ഭഗവാനെ ശ്രീകൃഷ്ണ കരുണാകരാഹരെ രക്ഷിച്ചാലും. എന്റെ ഗുരുവായൂരപ്പ ഭഗവാനെ ശ്രീകൃഷ്ണ എന്ത് വേണം? കരുണാകരനായിട്ടുള്ള അങ്ങ് ഞങ്ങളെ ഹരേ. ഹരേ എന്ന് പറഞ്ഞു കഴിഞ്ഞോ, ഹരിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദുഃഖങ്ങളെ എല്ലാം നശിപ്പിക്കുന്നവന്. മനസ്സിലായി പറഞ്ഞത്? ആ ദുഃഖങ്ങളെ എല്ലാം നശിപ്പിക്കുന്നവനായിട്ടുള്ള ഗുരുവായൂരപ്പ ശ്രീകൃഷ്ണ കരുണാകര എന്നെ രക്ഷിച്ചാലും. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ 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 നാരായണ. നാരദരുടെ കൂട്ട് ആ നാമം എപ്പോഴും നമ്മുടെ നാവിൻ തുമ്പിൽ ഇങ്ങനെ വിളങ്ങിക്കൊണ്ടേ ഇരിക്കണം. പണ്ടുള്ള ആൾക്കാരൊക്കെ നമുക്ക് എന്ത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നാരായണ 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 നാരായണ. ഞാൻ ഇപ്പോഴും അത് എപ്പോഴും ഞാൻ ഓർക്കും എന്നുള്ളത്. ഇതൊക്കെ പഠിക്കാനും പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോഴും എപ്പോഴും എൻ്റെ ഓർമ്മയിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുത്തശ്ശിമാരെയാണെന്നുള്ളത്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ അന്നത്തെ സമയമൊന്നും വലിയ വലിയ പഠിത്തങ്ങളൊന്നും ഇല്ല, പക്ഷെ അവർക്ക് വേണ്ടുന്നത് പോലെ ആത്മജ്ഞാനം ഉണ്ടായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് എന്താ, അവരൊക്കെ നല്ല ജന്മങ്ങളെടുത്ത് പോയി കാണുന്നു, നല്ല ഇതിൽ പോയി കാണും. ഭഗവാനെ നമ്മൾ അതെന്നുണ്ടെങ്കിൽ കലികാലത്തിൽ എന്താ നമ്മുടെ ഈ ജീവിതത്തിന്റെ ആ ചക്രത്തെ കിടന്ന് ഉഴലുവാണെന്നുള്ളതാ. വെട്ടിപ്പടുക്കാനുള്ള ആ ത്വരയിൽ നമ്മൾ കിടന്ന് ഉഴലുവാണ്. എന്താ നമ്മൾ വെട്ടിപ്പടുക്കുന്നത്? എന്തെങ്കിലും വെട്ടിപ്പടുക്കാൻ പറ്റുന്നുണ്ടോ? എന്തുകൊണ്ടാണ് നമ്മൾ വെട്ടിപ്പടുക്കാനുള്ള ആ ത്വരയിൽ പോകുന്നത്? കാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹങ്ങൾ. നമുക്ക് എന്തെങ്കിലും ഒന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ച് അത് നമുക്ക് കിട്ടുന്ന സമയത്ത് എന്താ, അടുത്തതിനെ പറ്റിയാവും. നമുക്ക് ആദ്യം ഒരു വീട് വേണമെന്ന്, വീട് വേണം. അത് ഭഗവാൻ അനുഗ്രഹിച്ച് നമുക്കൊരു വീടായപ്പോ ഇനി അടുത്തത് എന്താ വേണ്ടുന്നത്? ഒരു കാറ് വേണം. അങ്ങനെ ഓരോരോ ആഗ്രഹങ്ങൾക്കൊരു പരിധിയില്ല. 10 കെട്ടുകൾ 100 വേണം, 100 കെട്ടുകൾ 1000 വേണം, 1000 കെട്ടുകൾ 10,000 വേണം. ഇപ്പം 10,000 ലക്ഷം ഒന്നും അല്ല, കോടികളിലാ പോയിരിക്കുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 രൂപ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ രസമായിരുന്നു. പക്ഷെ അതെങ്ങനെ വന്നു? ഇപ്പൊ ലക്ഷങ്ങളിൽ, പിന്നെ പിന്നെ ഒരു കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ലക്ഷങ്ങളിൽ വന്നു. ഇപ്പൊ ലക്ഷങ്ങളും ഒന്നുമില്ല, കോടികളാണ്. ആ ഒരു ആഗ്രഹത്തിന് ഒരു പരിധിയില്ല. കാമം സാധിക്കാതെ വരുന്ന സമയത്ത്, ആഗ്രഹം സാധിക്കാതെ വരുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവും? ക്രോധം ഉണ്ടാവും. ആഗ്രഹം സാധിക്കാതെ വരുന്ന സമയത്ത് നമുക്ക് ക്രോധം ഉണ്ടാവുന്ന സമയത്ത് സ്മൃതി നമ്മുടെ ആ ഒരു എന്താ ഓർമ്മ പോലും നമ്മളെന്താ കാമം മതലബ് ആഗ്രഹങ്ങൾ സാധിക്കാതെ വരുന്ന സമയത്ത് ക്രോധമുണ്ടാകും. ക്രോധാത് ഭവതി സമ്മോഹ. എന്നിട്ട് ക്രോധത്തിൽ നിന്നിട്ട് സമ്മോഹം ഉണ്ടാകും. സമൂഹത്തിൽ നിന്നിട്ട് ബുദ്ധിനാശവും പ്രണശ്യതി. ബുദ്ധിനാശം ഉണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യും? എല്ലാം നശിച്ചു പോകും എന്നുള്ളത്. അതുകൊണ്ട് ക്രോധത്തിനെ ആഗ്രഹത്തിനെ എപ്പോഴും നമ്മൾ ആഗ്രഹത്തിന് കടിഞ്ഞാണിടുവാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ശാന്തമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കാവുന്നതാണ്. പണ്ടൊക്കെ ഉള്ള ആൾക്കാർക്ക് 2 നില 3 നിലയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എങ്ങനെ എല്ലാവർക്കും 2 നില കെട്ടിടവും അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. പക്ഷെ ഭവനം എന്നുള്ള ആ പായ നമ്മളങ്ങ് വെട്ടിക്കളയണം. പിന്നെ അവിടെ എന്തിനാ ഹിംസ ജന്തുക്കള് വസിക്കുന്ന ഒരു
വനമായിട്ടാണ് ഭവനം ഇപ്പൊ നമുക്ക് വരുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാണകം എഴുതിയ വീടും പിന്നെ എന്ത് ശാന്തി സമാധാനമായിരുന്നു അവിടൊക്കെ ഉള്ളായിരുന്നത്. പക്ഷെ ഇപ്പൊ അതല്ല. എന്തുകൊണ്ടാ? നമ്മൾ ആഗ്രഹത്തിന്റെ പുറവിലെ ഓടുന്നു. എല്ലാം കെട്ടിപ്പടുക്കാനുള്ള ആ ത്വരയിൽ നമ്മൾ ഓടി ഓടി അവസാനം നമ്മൾ എന്തായി? രോഗിയാകുന്നു. എല്ലാം നമുക്ക് കെട്ടിപ്പടുക്കാൻ പറ്റി, പക്ഷെ എന്തായി? അപ്പോഴത്തേക്ക് നമുക്ക് സ്വസ്ഥമായിട്ടോ സമാധാനത്തോടു കൂടി അതിനകത്ത് ശാന്തമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല. എന്തായി? ആ ടെൻഷൻ എടുത്തെടുത്ത് എന്ത് പറ്റി? ഡയബറ്റീസ് വന്നു. പിന്നെ എന്താ? ആഹാരത്തിൽ ഒരു നിയന്ത്രണമില്ലാത്തത് കൊണ്ട് എന്ത് വന്നു? കൊളസ്ട്രോൾ വന്നു. പിന്നെയോ ഷുഗർ. ഇതെല്ലാം പണക്കാരന്റെ രോഗങ്ങളാന്നാ പണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം പക്ഷെ എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ഈ 3 രോഗങ്ങളും നമ്മളെ പിടികൂടി. എന്തെങ്കിലും മനസ്സമാധാനമായിട്ട് കഴിക്കാൻ പറ്റുമോ? ഇല്ല. ഭഗവാൻ അതിന് വേണ്ടിയിട്ടാ പറയുന്നത്, കണ്ട അമ്ല രമണ തീഷ്ണ രൂഷ ഇതൊന്നും കഴിക്കരുത്. കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പുളിയുള്ളത്, ഒരുപാട് കയ്പുള്ളത്, അമ്ളം പുളിയുള്ളത്, ലവണം ഉപ്പുള്ളത്, പിന്നെ അതേപോലെ ഒരുപാട് എരിയുള്ളത്. ഇതൊക്കെ കഴിക്കാതുണ്ടല്ലോ. സാത്വിക പുട്ട് കഴിച്ച പോലും. ആ സാത്വിക പുട്ട് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ശാന്തരാകും. ശാന്തരായി തന്നെ ശാന്തരാകും. വലിയ ടെൻഷനൊന്നും നമുക്ക് അങ്ങനെ തോന്നുന്നത് പോലും ഇല്ല എന്നുള്ളത്. അങ്ങനെ ആ സാത്വികത്തിലോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെയുള്ള സാത്വിക ഫുഡിലും സാത്വികരായി വന്നു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഈ ലോകത്തൊരു ഒരു വഴക്കോ വക്കാണമോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൊല്ലലോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അവരെ എപ്പോഴും നമ്മുടെ നാവിനെ കൺട്രോൾ ചെയ്യണം. പറയുന്നതിനും നാവിനെ കൺട്രോൾ ചെയ്യണം, ആഹാരത്തിലും നമ്മൾ നാവിനെ കൺട്രോൾ ചെയ്യണം. പണ്ടാണെന്നുണ്ടെങ്കിൽ ഒന്നും കേൾക്കരുത്, ഒന്നും കാണരുത്, ഒന്നും പറയരുത്, അല്ലെ? ഒരു കുരങ്ങൻ വെച്ചിട്ട് നാട്ടിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇവിടൊക്കെ അങ്ങനെ പ്രതിമകളെ വെക്കുന്ന കാണാമെന്നുള്ളതാണ്. അങ്ങനെയാ വേണ്ടുന്നത് മാത്രം കേൾക്കുക, വേണ്ടുന്നത് മാത്രം കാണുക, വേണ്ടുന്നത് മാത്രം പറയുക. അന്നേരം അങ്ങനെയുള്ള ഒരു ജീവിതം നമ്മൾ നയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് യാതൊരു വിധ ടെൻഷനുകളും ഉണ്ടാവില്ല. ടെൻഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, സ്വസ്ഥമായിട്ട് നമുക്ക് കിടന്നുറങ്ങാൻ പറ്റും. സ്ലീപ്പിംഗ് പിൽസിന്റെ ഒന്നും ആവശ്യമില്ല. അഥവാ നിങ്ങൾക്ക് സ്ലീപ്പിംഗ് പിൽസ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. എന്താ ഐഡിയ എന്നറിയാമോ? നാമം. മാല എടുക്കൂ. മാല കൈകൊണ്ട് തൊട്ടിട്ടുണ്ടല്ലോ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് 10 തവണ പറയുമ്പോഴത്തേക്കുണ്ടല്ലോ തൂങ്ങിക്കിട്ടാൻ തുടങ്ങുന്നു. മനസ്സിലായി പറഞ്ഞു. അന്നേരം ഉറങ്ങുന്നതിന് മുമ്പിട്ട് ഈ മാലയൊന്ന് ജപിച്ചു നോക്കുന്നത് നിങ്ങൾക്ക് സൂപ്പറായിട്ട് ഉറക്കം വരും. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഭഗവാനോട്, ഗുരുവായൂരപ്പനോട്, നമ്മൾ മണിവർണ്ണനോട് പറഞ്ഞു കഴിഞ്ഞു, കരുണാകര ഹരെ രക്ഷിച്ചാലും എല്ലാവരും രക്ഷിക്കുന്നവനായിട്ടുള്ള ആ കരുണാകര എന്നെയും കൂടി രക്ഷിക്കൂ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇന്നലെ രാജാമ്പളന്റെ കഥയാണ് നമ്മൾ പറഞ്ഞത്. രാജാമ്പളൻ എന്നൊരു ബ്രാഹ്മണനായിരുന്നു. ആ ബ്രാഹ്മണനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ബ്രഹ്മണ്യത്തിൽ തന്നെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛന്റെ ഓർഡർ അനുസരിച്ച് ചമത പറിക്കാൻ വേണ്ടിയിട്ട് കാട്ടിൽ പോയി. പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഈ കഥ പറയുന്നത്. ദശകം 22 എടുക്കുന്നത്. ചമത പറിക്കാൻ വേണ്ടിയിട്ട് കാട്ടിൽ പോയി കഴിഞ്ഞിരുന്ന സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ സംഭവിച്ചത്? ഒരു കുലട സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേശ്യയാണെന്നുണ്ടെങ്കിൽ ഒരു പുരുഷനുമായിട്ട് സംഗമിക്കുന്നതാണ് ഇവൻ കാണുന്നതിനുള്ളതാണ്. അജാമ്പളൻ കാണുന്നത്. സ്വാഭാവികമായിട്ടാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് നോക്കി, പിന്നെ കുറച്ച് അങ്ങനെ നോക്കാൻ പാടില്ല മനസ്സ് പറഞ്ഞു. പിന്നെ മനസ്സ് പറഞ്ഞു കുറച്ചുകൂടെ മുമ്പോട്ട് പോയി ഒന്നുകൂടി നോക്കിയേക്കാം. അങ്ങനെ ആ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു ടെൻഡൻസിയിൽ എന്ത് ചെയ്ത് നോക്കി പോയി. അവൾ എന്ത് ചെയ്തു? അതൊരു സാഹചര്യം, ഇവനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള കണ്ടതുകൊണ്ട് എന്താ പറ്റിയെന്ന് അറിയാമോ? അവൻ മറ്റേ പുരുഷൻ പോയി കഴിഞ്ഞ സമയത്ത് ഇവനെ അപ്രോച്ച് ചെയ്തു, സമീപിച്ച സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് പറഞ്ഞു? ശരി എല്ലാം മറന്നു. നോക്ക്, ചമ്മതപ്പുല്ല് തലയിൽ ഇരിപ്പുണ്ട്, പക്ഷെ അതെല്ലാം മറന്നു. അവന്റെ ഭാര്യയെ മറന്നു, അച്ഛനെയും മറന്നു, അമ്മയും മറന്നു, ബ്രഹ്മണ്യത്തെ മറന്നു, എല്ലാ കാര്യങ്ങളും മറന്നു. എന്നിട്ട് അവളുടെ കൂടെ താമസിക്കാൻ തുടങ്ങി എന്നുള്ളതാ കാനനത്തിൽ താമസിക്കാൻ തുടങ്ങി. അവളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വായ്മൊഴികൾ കൊണ്ടും അവളെ എല്ലാ തരത്തിലും അവനെ രസിപ്പിച്ച് അവസാന സമയത്ത് കുറെ നല്ലതുപോലൊക്കെ ജീവിച്ചു വരുന്ന സമയത്ത് എന്താ ഉണ്ടാവുന്നത്? എന്തെങ്കിലുമൊക്കെ ഒരു ആപത്ത് പോലെ എന്ത് ചെയ്തു? കുറെ കുട്ടികൾ അവനുണ്ടായി. അഥവാ പണ്ടത്തെ ആ ഒരു സ്മൃതി കൊണ്ടുണ്ടല്ലോ, പണ്ടത്തെ ആ പുണ്യം കൊണ്ട് അവൻ എന്ത് ചെയ്തു? തന്റെ 10ാമത്തെ സുതനാണെന്നുണ്ടെങ്കിൽ പുത്രന് നാരായണ എന്നുള്ള പേരിട്ടു. പക്ഷെ ഈ ഭാര്യയെയും മക്കളെയും പോറ്റാൻ വേണ്ടിയിട്ട് അജാമിളനെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാത്ത ഒരു അധർമ്മവും ഇല്ല എന്നുള്ളതാണ്. പക്ഷികളെ കെണിവെച്ച് പിടിക്കുക, അതിനെ ചുട്ടുകൊന്നിട്ട് ഇതിനെ തീറ്റിക്കുക, പിന്നെ മൃഗങ്ങളെ നായാട്ടി പിടിച്ചുക, അങ്ങനെ
കള്ളം, കൊള്ള, കൊലപാതകം, സകല കാര്യങ്ങളും ചെയ്താണ് ഇവര് പോറ്റുന്നത്. അവസാനം എല്ലാവരുടെയും കൂട്ടി ഇവനും എന്ത് ചെയ്തു? മരണശയ്യയിലേക്ക് കിടക്കാൻ തുടങ്ങി. 80 കഴിഞ്ഞ സമയത്ത് എന്താ ചെയ്ത്? വെട്ടിയിട്ട വാഴത്തട പോലെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബെഡില് കിടപ്പിലായ സമയം ഭാഗ്യത്തിന് നാരായണ എന്നൊരു പേര് കുഞ്ഞിനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവസാന കുട്ടിയെ, അവന്റെ വലിയ പ്രിയമായിരുന്നു അജാമളന്. ആ പ്രിയത്തോടു കൂടി എന്താ എപ്പോഴും നാരായണ 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 എന്നുള്ള അവനെ വിളിക്കുക. പക്ഷെ ആ നാരായണന്റെ നാമത്തിൽ തന്നെ ഉണ്ടല്ലോ അവന്റെ മിക്കവാറും പാവങ്ങൾ അലിഞ്ഞലിഞ്ഞു പോയി എന്നുള്ളത്. പക്ഷേ യമരാജൻ ചിത്രഗുപ്തന്റെ ബുക്ക് നോക്കിയിട്ട് യമരാജൻ തന്നെ 4 ഭടന്മാരെയാണ് ഇവനെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് വിടുന്നത്. അങ്ങനെ വന്നു. അവരാണെന്നുണ്ടെങ്കിൽ കയറ് വെച്ചിട്ട് നമ്മളതിനെ കാണാമല്ലോ. മരിക്കാൻ പോകുന്ന ആരായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അദർശരായിട്ട് വരുന്ന ആൾക്കാരെ കാണാൻ പറ്റുമെന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ യമദൂതന്മാരെ കണ്ട് പേടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ തന്റെ കുട്ടിക്കൊന്നും പറ്റരുതെന്ന് കരുതിയിട്ട് നാരായണ എന്നുറക്കെ വിളിച്ചു എന്നുള്ളത്. ആ നാരായണ വിളി നേരെ പോയത് വൈകുണ്ഠത്തിലേക്ക്. സാക്ഷാൽ ഭഗവാനാണെന്നുണ്ടെങ്കിൽ വിഷ്ണു എന്ത് ചെയ്തു? തന്റെ ചതുർഭുജധാരികളായിട്ടുള്ള വിഷ്ണുദൂതന്മാരെ അവിടെ നിന്ന് അയക്കുകയാണ്. എന്റെ ഭക്തൻ എന്റെ നാമം വിളിച്ചു. അതെന്താ മരണക്കടയൊക്കെയാണ് ഈ വിളിക്കുന്നത്? ഓർത്തോണം എപ്പോഴും. ഇതുകൊണ്ടാണ് നിങ്ങളോടൊക്കെ പറയുന്നത്. ആദ്യം തന്നെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം സ്റ്റാർട്ടാക്കണം. 5 വയസ്സുള്ള പ്രഹ്ലാദൻ എന്താ പറഞ്ഞേ? കൗമാരി ആചരണി എന്നാ പറയുന്നത്. കൗമാരത്തിൽ തന്നെ അതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ നാമങ്ങൾ ആചരിച്ചു തുടങ്ങണം. ഞാൻ 5 വയസ്സായി എന്നിട്ട് എനിക്ക് ലേറ്റ് ആയി പോയി എന്ന പ്രഹ്ലാദൻ പറഞ്ഞെന്നുള്ളതാ. നോക്കുപോലെ ആ ഭക്തിയുടെ പാരമ്യതയിൽ എത്ര കയ്യിലാണ് പ്രഹ്ലാദൻ ഇരിക്കുന്നത് നോക്കൂ. അങ്ങനെ ഈ കുട്ടിയെ വിളിച്ചു. ആ നാരായണൻ വിഷ്ണുദൂതരെ വിട്ടു. വിഷ്ണുദൂതർ വന്നിട്ട് യമഭടന്മാരെ ആട്ടി ഓടിക്കുകയോ ചെയ്യുന്നേ. അങ്ങനെ രാമളനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ, നിന്റെ പാവങ്ങൾ തീർന്നിട്ടില്ല. അതുകൊണ്ട് ബദ്രീനാഥിൽ പോയി തപസ് ചെയ്തിട്ട് നിന്റെ പാവങ്ങൾ തീരുന്ന സമയത്ത് ഞങ്ങള് വിമാനം കൊണ്ടുവരാ, നിന്നെ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് അവരാണെന്നുണ്ടെങ്കിൽ പോകുന്നു. അജാമളനെ ഉടനെ തന്നെ അവിടെ നിന്നിട്ട് വേറെ ഭാര്യയെ നോക്കിയില്ല, മക്കളെ നോക്കിയില്ല, ഒന്നും നോക്കിയില്ല. നേരെ ബദ്രീനാഥിൽ പോയി തപസ് ചെയ്യുന്നു. തപസ്സിന്ന് ആ ശീഘ്രത നോക്കിക്കോണം. പണ്ടത്തെ ആ ബ്രഹ്മണ്യത്തിന് എന്താ പറയുന്നത്? എന്തെങ്കിലും നമുക്ക് പണ്ടുണ്ടായിട്ടുണ്ട്. ഈ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നും പറയണ്ട. എന്റെ തന്നെ ഒരു എക്സാമ്പിൾ എടുക്കാം. എന്റെ അമ്മ പറഞ്ഞു തന്ന കഥകളാണ് കൂടുതലും ഞാൻ നിങ്ങളോട് എല്ലാം ഈ സൈഡ് ബൈ സൈഡായിട്ട് പറയുന്നതെന്നുള്ളതാണ്. അന്നെന്താ കൊച്ചു കുട്ടിയായിട്ട് ഇരിക്കുന്ന സമയത്ത് അമ്മയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പെൺകുട്ടിയല്ലേ, തലയിൽ പേനൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഊണ്ട് കഴിഞ്ഞിട്ട് മടി പിടിച്ച് കിടത്തി അമ്മ അങ്ങനെ പിള്ളേര് കഥ എന്നിരിക്കത്തില്ലല്ലോ, അതിനെന്ത് ചെയ്യും? കഥ പറഞ്ഞു തരുമായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ അമ്മ മരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ 20-25 വർഷം കഴിഞ്ഞെങ്കിലും ഇന്നും എന്റെ ഓർമ്മയിൽ അമ്മയുടെ ആ കഥകളാണെന്നുള്ളത്. എന്തുകൊണ്ട്? അത്രയ്ക്കും കൊച്ചിലെയാണ് ആ കഥ വന്നത്. ആ കഥ എന്റെ ഉള്ളിൽ ഇപ്പോഴും അതങ്ങ് തിളങ്ങി നിൽക്കുക എന്നുള്ളത്. അങ്ങനെയാണ് എല്ലാ ആൾക്കാർക്കും. അതിനെ പറയുന്ന കുഞ്ഞുങ്ങളെ ഉണ്ടല്ലോ, അമ്പലങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഗീതാ ക്ലാസ് തുടങ്ങുന്ന ഗീതാ ക്ലാസ് കാണും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ക്ലാസ്സുകൾ കാണുമല്ലോ, അങ്ങനെ ആധ്യാത്മികമായിട്ടുള്ള. അന്നേരം ഈ കുട്ടികളെ തീർച്ചയായിട്ടും നിങ്ങൾ വിടണം. വിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാല് അന്നേരം അവരിച്ചിരി ഹാഹു ഒക്കെ പറയുമെങ്കിലും ഉണ്ടല്ലോ, അവിടെ കൊണ്ടുപോയി കഥകളിൽ കൂടിയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ആചാര്യന്മാരൊക്കെ ചെയ്യുന്ന സമയത്ത് അവർ ഇരുന്ന് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അമ്മമാരുടെ അവിടെ ഇരിക്കുക, അവരുടെ കൂടി ഇരുന്നിട്ട് കഥകൾ കേൾക്കണേ. കഥകൾ കേട്ടിട്ട് ഈ കുഞ്ഞുങ്ങളെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ചെറുപ്പത്തിലെ അവരെ ഉണ്ടല്ലോ നമ്മൾ അസുരന്മാരാക്കാതെ ദേവന്മാരായിട്ട് അവരെ വളർത്തണം എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളോടെല്ലാം വിനീതമായിട്ട് അപേക്ഷിക്കുക. കൊച്ചു കുട്ടികളെയാണെന്നുണ്ടെങ്കിൽ സത്സംഗങ്ങളുള്ളിടത്തും പ്രഭാഷണങ്ങളുള്ളിടത്തും പിന്നെ അതുകൊണ്ട് ആധ്യാത്മിക ക്ലാസ് ഉള്ളിടത്തും എല്ലാം കൊണ്ടുപോയിട്ട് ഒരു 10 വയസ്സ് വരെ നമുക്ക് ഇത് പറ്റത്തുള്ളൂ. 10 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പിള്ളേര് പിന്നെ നമ്മൾ പറഞ്ഞ കേൾക്കില്ല. പക്ഷെ ഈ 10 വയസ്സിനുള്ളില് അവരുടെ മനസ്സിൽ എന്താണ് നമ്മൾ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 30 പിന്നെ കൗമാരൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ വലിയ ആളായെന്നുള്ള പിന്നെ യൗവനമൊക്കെ ആവും, ഞാൻ വലിയ ആളെന്ന്. ഒരു 30 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ കഴുതയുടെ കൂട്ട് ജീവിതം ഭാരം ചുമക്കാൻ തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യും? അവനിതെല്ലാം ഓർമ്മ വരും. പിന്നെ അവന് ഒരു ഭക്തനായിട്ട് മാറും. എല്ലാവരുടെയും ജീവിതം ഇങ്ങനെയൊക്കെ തന്നെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. എന്നിട്ട് ആ കുട്ടികൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു കൊടുക്കണം. നാളത്തെ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗ്സിന് അഡിക്റ്റ് ആയിട്ടും പിന്നെയാണെന്നുണ്ടെങ്കിൽ മദ്യത്തിന് അടിമയായിട്ടും ജീവിക്കാനുള്ള ആ ഒരു സാഹചര്യമാണ് ഇപ്പോഴത്തെ കാലത്തിലുള്ളത്. അതുകൊണ്ട് നമ്മൾ വളരെ കെയർ ആയിട്ട് ആ കുട്ടികളെ സൂക്ഷിച്ച് അവരുടെ ഓരോ സ്റ്റെപ്പിലും നമ്മൾ അവരുടെ താങ്ങും തണലുമായിട്ട് നിന്നിട്ട് ആ കുട്ടികളെ നമ്മളാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പൗരനായിട്ട് നല്ലൊരു ഭക്തനായിട്ട് നമുക്ക് മാറ്റിയെടുക്കണം. നല്ലൊരു ഭക്തനാണെങ്കിൽ അവൻ നല്ലൊരു പൗരൻ തന്നെയാണെന്നുള്ളത്. അതുകൊണ്ട് എല്ലാ തരത്തിലും അവൻ നല്ലൊരു പൗരനാവും. അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ഒരു കാര്യത്തില് കുട്ടികളെ നയിക്കണം.
ഇവിടെ അതേപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. രാമളൻ തപസ്സിന് പോയിട്ട് വൈകുണ്ഠ പ്രാപ്തി കിട്ടി പോയി. അതാണ് ഇതിന്റെ കഥ. നമ്മൾ ഇന്നലെ 3 എടുത്തു. ആദ്യം മുതൽ നോക്കാം. അജാമിളു നാമ മഹീസുരാപുരാ ചരൻ വിഭോ ധർമ്മപദാഗ്രശ്രമീ ഗുരോ ഗിരാകാനനമേത്യ ദൃഷ്ടവാ സുദിഷ്ടശീലാകുലടാമദാകുല സ്വതപ്രശാന്തോപി തഥാ ഹൃദാശയാ സ്വധർമ്മമുത്സൃജ്യതയാ സമാരമേൻ അധർമ്മകാരി ദശമീ ഭവൻ പുനർദോ ഭവൻ നാമയുധേ സുധേരിതേ സാമൃത്യുകാലേ യമരാജകിങ്കര ഭയങ്കര സ്ത്രീരവിലക്ഷയൻ പിയാ പുരാമനത്തോ സ്മൃതി വാസനാബലാത് യുഗാവനാരായണ നാമകം സുധ. 3 എടുത്തത് അല്ലേ? ആരെല്ലാരും ഉറങ്ങിപ്പോയോ? അതെ മാതാജി, 3 വരെ എടുത്തു മാതാജി. നമുക്ക് ഇനി 4-മത്തെ. ഇത്ര പേര് ഉറങ്ങി? കൂർക്കമ്പലി കേൾക്കുന്നുണ്ടല്ലോ ഇവിടെ. എങ്ങനെ ഉറങ്ങും മാതാജി? കൂർക്കമ്പലി കേൾക്കുന്നുണ്ട്. എത്ര പേര് ഉറങ്ങിപ്പോയി? ആരും ഉറങ്ങിയില്ല മാതാജി. മാതാജിയെ തന്നെ ഞാൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോട്ടോ? ദുരാശയസാവിതദാസ്യ നിർഗതാ ത്വദീയ നാമാക്ഷരമാത്ര വൈഭവാത് പുരോവിപേദോ ഭവദീയ പാർഷദാഃ ചതുർഭുജാ പീതപടാ മനോരമാഃ. ദുരാശയസാവിതദാസ്യ നിർഗതാ ത്വദീയ നാമാക്ഷരമാത്ര വൈഭവാത് പുരോവിപേദോ ഭവദീയ പാർഷദാഃ ചതുർഭുജാ പീതപടാ മനോരമാഃ. ദുരാശയസാവിതദാസ്യ നിർഗതാ ത്വദീയ നാമാക്ഷരമാത്ര വൈഭവാത് പുരോവിപേദോ ഭവദീയ പാർഷദാഃ ചതുർഭുജാ പീതപടാ മനോരമാഃ. ദുരാശയസാവിതദാസ്യ നിർഗതാ ത്വദീയ നാമാക്ഷരമാത്ര വൈഭവാത് പുരോവിപേദോർ ഭവദീയ പാർഷദാ ചതുർഭുജാ പീതപടാ മനോരമ. വായിക്കാമോ? മനോഹരാന്നുണ്ട്, മനോരമ എന്നുണ്ട്. പല പല ബുക്കിലും പല രീതിയിലാണ്. മനോഹര എന്ന് ചില ബുക്കിലുണ്ട്, ചിലടത്ത് മനോരമ എന്നുണ്ട്. ഓക്കെ, വായിക്കൂ. നമോ ഭഗവതേ വാസുദേവായ. ദുരാശയാസ്യാഭിതദാസ്യ നിർഗത ത്വദീയ നാമാക്ഷരമാത്ര വൈഭവാത് പുരോഭിഭേദൂർഭവദീയ പാർഷദാഃ ചതുർഭുജാ പീതപടാ മനോരമാഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. വായിക്കോടുത്താണ്. നിർഗത ത്വദീയ നാമാക്ഷരമാത്ര വൈഭവാത് പുരോ അഭിഭേദുർ ഭവദീയ പാർഷദാഃ ചതുർഭുജ പീതപട മനോഹരാഃ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ദുരാശയസ്യാഭിതദാസ്യ നിർഗത ത്വദീയ നാമാക്ഷരമാത്ര വൈഭവാത് പുരോഭിഭേദോർഭവദീയ പാർഷദാ ചതുർഭുജാ പീതപടാ മനോരമ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. അവർ നെക്സ്റ്റ് ഒരു പ്രഭുജിയോട് വായിച്ചോളൂ. ദുരാശയസ്യാഭിതദാത്വനിർഗതാ ത്വദീയ നാമാക്ഷരമാത്ര വൈഭവാത് പുരോഭിഭേദുർഭവദീയ പാർഷദാ ചതുർഭുജാ പീതപടാ മനോഹര. വെരി ഗുഡ്. അതായത് ദുരാശയസാഭി എന്താ സ്വതേ തദാസ് നിർഗത ത്വദീയ നാമാക്ഷര മാത്ര വൈഭവ. ദുർബുദ്ധിയാണെന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ, കാലദൂതന്മാർ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോ ഉടനെ നാരായണ നാമ സുതകം, സുതത്തിന്റെ സുതം കുട്ടിയെ വിളിച്ചതാണ്. പക്ഷെ ആ നാരായണ നാമത്തിൽ ആര് വന്നു? വിഷ്ണുഭടന്മാര് അവിടെ വന്നു. ത്വദിക്കുക നാമാക്ഷരം മാത്ര വൈഭവ. അങ്ങയുടെ നാമത്തിന്റെ ആ മാത്ര വൈഭവതാല് പുരോഭിപേദു ഭവദീയ പാർഷദ, അങ്ങയുടെ പാർഷദന്മാർ അവിടെ വന്നു. എങ്ങനെയുള്ളവരാണ്? ചതുർഭുജ പീതപട മനോരമ. പീതാംബരം എടുത്തിട്ട് ചതുർഭുജധാരികളായിട്ടുള്ള ആൾക്കാർ അവിടെ വന്നു. ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്? അജാമിളനെ. അമുഞ്ച സംഭാഷ വിചർച്ചതോ പടാൻ വിമുച്ചതേരുജോത്ബലാധമേ നിവാരിതസ്തേജ ഭവജ്ജനൈ തദാ തദീയ പാവന്നിഖിലം നിർവേദയേ. അമുഞ്ച സംഭാഷി വികർഷതോ ഭടാൻ
വിമുച്ചതേതി ആരുരു ദുർബലാധമേ. വിമുച്ചതേതി ആരുരു ദുർബലാധമേ. നിവാരിതാസ്തേജ ഭവജ്ജനസ്തഥാ തദീയ പാവം നിഖിലം നൃവേദയം. അമുഞ്ച സംഭാസ്യ വികർഷതോ പടാൻ വിമുച്ചതേതി ആരുരു ദുർബലാധമേ. നിവാരിതാസ്തേജ ഭവജ്ജനൈ തദാ തദീയ പാവം നിഖിലം നൃവേദയൻ. അമുഞ്ച സംഭാസ്യ വികർഷതോ പടാന് വിമുച്ചതേതി ആരുരുദൂർ ബലാധമി. നിവാരിതാസ്തേജ ഭവജ്ജനൈ തദാ തദീയ പാവം നിഖിലം നൃവേദയൻ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. അമും ച സംഭാഷ്യ വികർഷതോ ഫടാൻ വിമുഞ്ചതേത്യാരുരു ദുർബലാദമീ. നിവാരിതാസ്തേജ ഭവജ്ജനൈസ്തദാ ത്വദീയ പാപം നിഖിലം തൊതിയ പറയും കേട്ടോ. തദീയ പാവം. തൊതിയ എന്ന് പറഞ്ഞ പാവം പാവം ചെയ്തെന്ന് പറയും. തദീയ തദീയ പാപം നിഖിലം നിവേദയൻ. അവന്റെ പാവം എന്നാ തദീയം എന്ന് പറഞ്ഞ. തൊതിയ എന്ന് പറഞ്ഞ ഭഗവാൻ തു എന്ന് പറഞ്ഞ അങ്ങ്. അത് ഓർത്തോണേ. സംസ്കൃതത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. എന്തെങ്കിലും ഒരു ശകലം ഒന്ന് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അങ്ങനെ യാഗം ചെയ്തിട്ട് അതെന്നുണ്ടെങ്കിൽ ഒരു അക്ഷരം അങ്ങോട്ട് മാറിയിട്ട് ആ വേനൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിൽ നമ്മൾ പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ദുഷ്ടനായിട്ട് വന്നു എന്നുള്ളതാണ്. അതേപോലെ വേറെ കഥാപാത്രങ്ങൾ ഈ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഓരോ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോ അത് ശ്രദ്ധിച്ചോണം. അമും ച സംഭാഷ്യ വികർഷതോ പടാൻ വിമുഞ്ചതേത്യാരുരു ദുർബലാദമീ. നിവാരിതാസ്തേ ച ഭവജ്ജനൈസ്തദാ തദീയ പാപം നിഖിലം ന്യവേദയൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അമും ച സംഭാഷ്യ വികർഷതോ ഫടാൻ വിമുച്യതേതാരുരു ദുർബലാദമീ. നിവാരിതാസ്തേ ച ഭവജ്ജനൈസ്തദാ തദീയ പാപം നിഖിലം നൃവേദയൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഒരു പ്രവചനം വായിച്ചോളൂ. ജയപ്പൂരുകാരെന്താ തണുപ്പത്ത് ഉറഞ്ഞു പോയോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. വികർഷതോ പടാൻ വിമുഞ്ചതേത്യാരുദുർബലാദമീ. നിവാരിതാസ്തേ ച ഭവജ്ജനൈസ്തദാ തദീയ പാപം നിഖിലം നിവേദയൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരുപാട് തണുപ്പ് തുടങ്ങിയല്ലേ രാജസ്ഥാനിലല്ലേ? ഒരുവിധം. അമുഞ്ച സംഭാഷ്യ വികർഷതോ ഫടാ വിമുച്യതേതാരുരുദൂർ ബലാദമീ. നിവാരിതാസ്തേജ ഭവജ്ജനൈ തദാ തദീയ പാവം നിഖിലം നിവേദയന്. വികർഷതോ ഫടാന. അവര് വന്ന ആൾക്കാർ എന്ത് ചെയ്തു? അതിന് യമഭടന്മാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ രാജാമ്പളനെ കയറിട്ട് കുടുക്കുക. അന്നേരം അവരോട് മാറി നിൽക്കും എന്ന് പറഞ്ഞു. അമുഞ്ച സംഭാഷ്യ വികർഷത. എന്നിട്ട് രാജാമ്പളനെ കയറിട്ട് കെട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഭടന്മാരോട് എന്ത് പറഞ്ഞു? വിമുച്ചതാ ഇതി. അവനെ വിടൂ എന്ന് പറഞ്ഞിട്ട് അവർ ബലമായിട്ട് അമീബല ആരുരുത ബലമായിട്ട് അവരെ മാറ്റിക്കളഞ്ഞു എന്നുള്ളതാ. മനസ്സിലായോ? അന്നേരം അതെന്താ? അന്നേരം അവര് പറയുന്നത് എന്താ? തദീയ പാപം നിഖിലം നിവേദയന്. ഇവർ ചെയ്തിട്ടുള്ളതായിട്ടുള്ള പാവങ്ങളെ ഉടനെ എന്തുണ്ടെന്നുണ്ടെങ്കിൽ വിഷ്ണുഭടന്മാരോട് പറഞ്ഞു കൊടുക്കുക. ഇവർ ഇത്രയും മഹാപാപിയാണ്, ഞങ്ങൾക്കാണ് ഇവനിലുള്ള അധികാരം, നിങ്ങൾക്ക് യാതൊരു അധികാരവും ഇല്ല, അതുകൊണ്ട് ഇവനെ കൊണ്ടുപോകേണ്ടത് ഞങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയാണെന്നുള്ളതാണ്. ഭവന്തു പാവാനി കരന്തു നിഷ്കൃതേ കൃതേ വിഭൂതന്ന നമസ്തി പണ്ഡിതാഃ ന നിഷ്കൃതി കിം വിദിതാ ഭവാദർശാവിധി പ്രഭോ തൊൽപുരുഷാ വ്യവാശിരേ. ഭവന്തു പാവാനി കരന്തു നിഷ്കൃതേ കൃതേ വിഭൂതന്ന നമസ്തി പണ്ഡിതാഃ ന നിഷ്കൃതി കിം വിദിതാ ഭവാദർശാ ഇതി പ്രഭോ ത്വൽപുരുഷാ വ്യവാശിരേ. ഭവന്തു പാവാനി കരന്തു നിഷ്കൃതേ കൃതേ വിഭോ ദണ്ഡനമസ്തി പണ്ഡിതാഃ ന നിഷ്കൃതി കിം വിദിതാ ഭവാദർശാത് ഇതി പ്രഭോ ത്വൽപുരുഷാ വ്യവാശിരേ. ഭവന്തു പാവാനി കരന്തു നിഷ്കൃതേ കൃതേ വിഭോ ദണ്ഡനമസ്തി പണ്ഡിതാഃ ന നിഷ്കൃതി കിം വിദിതാ ഭവാദർശാ ഇതി പ്രഭോ. വിധി അല്ല, ഇതി പ്രഭോ ത്വൽപുരുഷാ വ്യവാശിരേ. വായിച്ചാട്ടെ. ഹരേ കൃഷ്ണ.
ഭവന്തു പാപാനി കഥം തു നിഷ്കൃതേ കൃതേ കൃതേ അഭിഭോ ദണ്ഡ നമസ്തിതി പണ്ഡിതാഃ ന നിഷ്കൃതി കിം വിദിത ഭവാദൃശാം ഇതി പ്രഭോ തത്പുരുഷ ഭാഷിരേ. ഹരേ ഹരി കൃഷ്ണ. ഹരേ കൃഷ്ണ. അടുത്ത ആള് ഹരേ വായിക്കും. കൃഷ്ണ മാതാജി. ഹരേ ഭവന്തു കൃഷ്ണ. പാപാനി കഥന്തു നിഷ്കൃതേ ഹൃദയേപി കോ ദണ്ഡ നമസ്തി പണ്ഡിത ന നിഷ്കൃതി കിം വിദിതാ ഭവാദൃശ ഇതി പ്രഭോ ത്വത്പുരുഷാഭിഭാഷിരേ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. നല്ലതായി. വേറെ ഒരാൾ വായിക്കൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭവന്ത പാവാനി കഥം തു നിഷ്കൃതേ കൃതാഭിഭോ ദണ്ഡ നമസ്തി പണ്ഡിതഃ നാസ്കൃഷ്യതി കിം വിദാത ഭാവദൃശ നിധി പ്രഭോ തത്പുരുഷാഭാഷിരേ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ഈ ശബ്ദം കേട്ടിട്ട് കുറെ ദിവസം ആയല്ലോ. എവിടെയായിരുന്നു? ഇന്നലെ വായിച്ചല്ലോ മാതാജി ഞാൻ 2 ശ്ലോകം. ആണോ? അത് ശരി. അന്നേരം ഞാനൊരു പൊട്ടിയായിട്ടല്ലയോ? തമാശ ചോദിച്ചതാണ്. ഓക്കെ. ഇനി ഒരു പ്രഭുജിയുടെ വായിക്കൂ. പ്രഭുജിമാര് കുറവാണെന്നുണ്ടെങ്കിൽ ഉള്ള ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭവന്തു പാപാനി കഥം नु നിഷ്കൃതേ കൃതേപിഭോ ദണ്ഡ നമസ്തി പണ്ഡിത ന നിഷ്കൃതി കിം വിവിധ ഭവാദൃശാമിതി പ്രഭോ തൽപുരുഷാ ബഭാഷിരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. നല്ലതായിട്ടുണ്ട്. ഭവന്തു ഭവാനി കഥന്തു നിഷ്കൃത. അന്നേരം ഹേ പണ്ഡിത, ഇവരുടെ പാപങ്ങൾ ചെയ്തു കഴിഞ്ഞു. പക്ഷെ അതിന്റെ പശ്ചാത്താപം ചെയ്തു. പശ്ചാത്താപം എങ്ങനെയാ ചെയ്തത്? നാരായണ എന്നുള്ള പേരിട്ടും അങ്ങനെ. പക്ഷെ ഇൻഡയറക്റ്റ് ആ പേരില് ഇങ്ങനെ നാരായണനെ വിളിച്ചോണ്ടേ ഇരിക്കുവായിരുന്നു. അന്നേരം വിഷ്ണുദൂതന്മാര് പറയുന്നത് ഒരുപാട് പാവിയാണ്, ഞങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്നു. പക്ഷെ ഇവൻ എന്ത് ചെയ്തു? പശ്ചാത്താപം ചെയ്തു. പശ്ചാത്താപം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാവത്തിന് എന്താണ് വിലയുള്ളത്? അതുകൊണ്ട് പിന്നെ പാപം ചെയ്തവരാന്ന് പറഞ്ഞ് അവനെ ശിക്ഷിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാമല്ലോ, വാൽമീകി ആരായിരുന്നു? എത്രയോ വലിയൊരു കൊള്ളക്കാരനായിരുന്നു അല്ലേ? രത്നാകരന്. മനസ്സിലായി പറഞ്ഞേ. അന്നേരം അവരുടെയാ നമ്മളായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരും വിചാരിക്കേണ്ട അയ്യോ ഞങ്ങളെ അതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് തിന്നുന്നു ഇത് തിന്നുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അങ്ങനെയുണ്ട്, ഞങ്ങൾ പാവികൾ അല്ലെങ്കിൽ പാവികളെന്ന് ആരും സ്വയം പറയത്തില്ല. എന്നാൽ തന്നെയും പറയുന്ന അതൊന്നും ചിന്തിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മൾ ഇതൊക്കെ പഠിക്കാൻ വന്നപ്പോഴത്തേക്ക് നമ്മുടെ പാവങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞു. മനസ്സിലായി പറഞ്ഞത്? ഗംഗാനദി പോയിട്ട് കുളിക്കുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഗംഗാനദി ഭൂമിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് വളരെ വിസമ്മതിച്ചു. എന്തുകൊണ്ടാണെന്നറിയാമോ? കലികാലത്തിലാണെന്നുണ്ടെങ്കിൽ പാപികൾ മാത്രമേ ഉള്ളൂ, പാപം ചെയ്യാത്തവരായിട്ട് ആരുമില്ല. അന്നേരം ഗംഗാദേവി പറയുന്നു ഇവരെല്ലാരും വന്ന് കുളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അവരുടെ പാവമെല്ലാം ഞാൻ ഏറ്റെടുക്കേണ്ടി വരും, അതുകൊണ്ടുണ്ടല്ലോ ഞാനും പാവിയായി തീരുമെന്ന്. അന്നേരം ഭഗവാൻ അവരെ ഗംഗാദേവിയെ സമാധാനിപ്പിച്ചത് എന്താണെന്ന് അറിയാമോ? കലികാലത്തിലെ പാവികൾ മാത്രമല്ല, വിരലിൽ എണ്ണാവുന്ന സൽകൃതികളായിട്ടുള്ള ആൾക്കാരുമുണ്ട്. അവര് വന്നിട്ട് നിന്റെ ജലത്തിൽ കുളിക്കുന്ന സമയം മറ്റവരുടെ പാവമെല്ലാം പോയിട്ട് നീ സുഹൃത്തിയായിട്ട് തീരും. അങ്ങനെയാണ് ഗംഗാദേവിയെ സമാധാനിപ്പിച്ചെന്നുള്ളത്. എന്ന് പറയുന്നത് പോലെ നമുക്കും ഇതൊക്കെ പഠിക്കാനുള്ള അവസരം കിട്ടിയത് തന്നെ മഹാഭാഗ്യമാണ്. അതുകൊണ്ട് അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ പ്രായച്ചിത്തത്തെക്കായാലും മറ്റുള്ള വേറെ ഒന്നുമില്ല എന്നുള്ളത്. അതുകൊണ്ട് ഇവിടെ അത് തന്നെ പറയുന്നത്. അജാമളനാണെന്നുണ്ടെങ്കിൽ ശരി നീ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അജാമളൻ വളരെ പാപം ചെയ്തത്, പക്ഷെ അവൻ പ്രായച്ചിത്തം ചെയ്തു. ഇൻഡയറക്റ്റ് അവൻ പ്രായച്ചിത്തം ചെയ്ത് എങ്ങനെയാണെന്ന് അറിയാമോ? മകന് നാരായണ എന്നുള്ള പേരിട്ടു. അതുകൊണ്ട് ആ നാരായണ വിളിയില് അവൻ മൊത്തം പ്രായച്ചിത്തം ചെയ്തു. എന്നിട്ടും കൃതേവിഭോ ദണ്ഡ നമസ്തി പണ്ഡിത. പണ്ഡിതന്മാരെ നിങ്ങൾക്ക് അറിവുള്ളവരല്ലേ? എന്നിട്ട് ഇവന് ദണ്ഡ നമസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദണ്ഡം കൊടുക്കേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞാൽ ശിക്ഷ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? നിഷ്കൃതി വിദിതാ ഭവാദൃശാമിതി പ്രഭോ തത് ത്വത് പുരുഷ ബവാശിരി. എന്നിട്ട് ഇവിടെ ത്വതാണ് കേട്ടോ, അങ്ങയിന്ന് ഭഗവാനോട് പറയുന്നത്. അന്നേരം അവരോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് പ്രായച്ചിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നിശ്ചയമില്ലയോ? പിന്നെ നിങ്ങൾ ഈ പാവം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് പോകുന്നത്? ഇതി പ്രഭോ ത്വത്പുരുഷ ബവാശിരി. അല്ലയോ ഭഗവാനെ, നിന്തിരിപടിയുടെ ദൂതന്മാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് ത്വത്പുരുഷ, അങ്ങയുടെ പുരുഷന്മാരെന്ന് പറഞ്ഞ അങ്ങയുടെ ദൂതന്മാരെ, വൈകുണ്ഠത്തിൽ നിന്ന് വന്ന ദൂതന്മാരെ ഇങ്ങനെ ആ യമഭടന്മാരോട് പറഞ്ഞു. എന്താ പറഞ്ഞു? പാശം ഇട്ടിട്ട് വലിച്ചു കൊണ്ടുപോകാൻ സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവര് വന്ന് തടഞ്ഞിട്ട് പറഞ്ഞു പാപം ചെയ്ത്. അന്നേരം ഇയാൾ ചെയ്ത പാവത്തിനെ എല്ലാം മറ്റവര് യമദൂതന്മാരെ എണ്ണി പറയാൻ തുടങ്ങി. അന്നേരം പറഞ്ഞത് ഇവൻ പാവിയാണ് അറിയാം, പാവം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവൻ പശ്ചാത്താപം ചെയ്തു. എങ്ങനെയാണ് പശ്ചാത്താപം ചെയ്തത്?
നാരായണ എന്നുള്ള നാമം സുതനിട്ടു, മകനിട്ടപ്പോ ആ പേര് കൂടെ കൂടെ വിളിച്ച് അവന്റെ പാപങ്ങളെല്ലാം പോയി കഴിഞ്ഞു. ഇനിയും അവർക്ക് ദണ്ട് കൊടുക്കണമോ എന്ന് വിഷ്ണുദൂതന്മാര് യമദൂതന്മാരോട് ചോദിക്കണം. അവര് ഞങ്ങളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകേർപ്പായെന്നുള്ളതാണ്. ഇനി അടുത്തത് ശ്രുതി സ്മൃതിപ്യാമി ഗീതാവ്രതാദയാ പുനന്തി പാവന്നലുനന്തി വാസന അനന്ത സേവാതു നിഷ്കൃന്ദരേ ദയീ ഇതി പ്രഭോ ത്വത്പുരുഷാഭിഭാഷിരേ. ശ്രുതി സ്മൃതിപ്യാം വിഹിതോ വൃതാദയഃ പുനന്തി പാവന്നലുനന്തി വാസന അനന്ത സേവാനു നിഷ്കൃന്ദരേ ത്വയി ഇതി പ്രഭോ ത്വത്പുരുഷാഭിഭാഷിരേ. ശ്രുതി സ്മൃതിപ്യാം വിഹിത പ്രദാദയ പുനന്തി പാപം ന ലുനന്തി വാസന അനന്ത സേവാതു നികൃന്ദതി ത്വയി ഇതി പ്രഭോ ത്വത്പുരുഷ ബഭാഷിരേ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. ശ്രുതി സ്മൃതിപ്യാം വിഹിതാവ്രതാദയാ പുനന്തി പാപം ന ലുനന്തി വാസനാം അനന്ത സേവാതു നികൃന്ദതി ദ്വയി ഇതി പ്രഭോ ത്വത്പുരുഷാഭിഭാഷിരേ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. നല്ല വായിക്കൂ. അടുത്ത ആൾ വായിക്കൂ. ഹരേ കൃഷ്ണ. ശ്രുതി സ്മൃതിഭ്യാം വിഹിതാ വ്രതാദയാ പുനന്തി പാപം ന ലുനന്തി വാസനാം അനന്ത സേവാതു നികൃന്ദന്തി ദ്വയി ഇതി പ്രഭോ തത്പുരുഷാഭിഭാഷിരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിക്കേ. ഹരേ ഈ കൃഷ്ണ. വായിക്കാത്ത ആൾക്കാരോട് വായിച്ചോണം കേട്ടോ. എന്താന്ന് വെച്ചാൽ ഞാൻ ആളെ പേരെടുത്ത് പറയാൻ എനിക്ക് വീഡിയോയിൽ നിങ്ങളെ കാണുന്നില്ല, അല്ലെങ്കിൽ എല്ലാരെ കൊണ്ട് ഞാൻ വായിപ്പിച്ചു തന്നെയായിരുന്നു. വായിക്കാത്ത ആൾക്കാരോട് വായിക്കൂ കേട്ടോ. ശ്രുതി സ്മൃതിഭ്യം വിഹിതാവൃതാദയ പുനന്തി പാപം നനുലന്തി വാസനം അനന്ത സേവാതു നികൃന്ദതി ദ്വയി ഇതി പ്രഭോ തത്പുരുഷാഭിഭാഷിരേ. ഹരേ കൃഷ്ണ. ഒരു പ്രവചോട് വായിക്കേ. കൃഷ്ണ. ശ്രുതി സ്മൃതിഭ്യാം വിഹിതാവ്രതാദയാ പുനന്തി പാപം നലുനന്തി വാസനാം അനന്ത സേവാതു നികൃന്ദതി ദ്വയീം ഇതി പ്രഭോ ത്വത്പുരുഷാഭിഭാഷിരേ. ഹരേ കൃഷ്ണ. അത് ശ്രുതി സ്മൃതികളിലുള്ള അതുകൊണ്ട് എന്താ, സ്മൃതികളിലും വിഹിത വൃതാദയ വ്രതങ്ങളെ അനുഷ്ഠിക്കുന്നത് കൊണ്ട് എന്താ പറ്റുന്നത്? മുൻപ് ചെയ്ത പാപങ്ങൾ നശിക്കുന്നു, പക്ഷെ പാപം ചെയ്യാനുള്ള വാസന നശിക്കുന്നില്ല. മനസ്സിലായി പറഞ്ഞത്? സ്മൃതികളിലും വ്രതങ്ങളിലും ഒക്കെ വ്രതങ്ങളും എല്ലാം നമ്മൾ എടുക്കുന്നുണ്ട്. അതിലെല്ലാം എന്താണ് ചെയ്യുന്നത്? നമ്മള് മുൻപ് ചെയ്തിട്ടുള്ള പാപങ്ങളെല്ലാം നശിക്കുന്നു, പക്ഷെ പാപം വാസന ലുനന്തി, ഒരിക്കലും പാപം ചെയ്യാനുള്ള വാസന പോകുന്നില്ല. പക്ഷെ അനന്ത സേവാതു നികൃന്ദതി പ്രഭോ പുരുഷാഭിഭാഷിരേ. പക്ഷെ അനന്തസേവന്റെ ഭഗവാന്റെ സേവ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും പോകും എന്നുള്ളതാ. എന്താ? പാവവും നശിക്കും, വാസനയും നശിക്കും എന്നുള്ളതാ. പാവം ചെയ്യാനുള്ള ആ വാസനയും നശിക്കും എന്നുള്ളതാ. അനന്ത സേവാതു നികൃന്ദതി ഇതി പ്രഭോ ത്വത്പുരുഷാഭിഭാഷിരേ. എന്നിട്ട് പാവം ചെയ്യാനുള്ള വാസനയും നശിക്കും, പാവം നശിക്കും എന്നുള്ളതാ ഭഗവാന്റെ സേവ കൊണ്ട്. അതാണ് ഈ പറയുന്നത്. അനേന പോ ജന്മസഹസ്രകോടിവി കൃതേഷു പാവേഷു വിനിഷ്കൃതീകൃത ജലഗ്രഹീത് നാമ ഭയാകുലോ ഹരേ ഇതി പ്രഭോ ത്വത്പുരുഷാഭിഭാഷിരേ. അനേന പോ ജന്മസഹസ്രകോടിവി ഹൃദേഷു പാവേഷു നിഷ്കൃതീകൃത ജലഗ്രഹീ നാമ ഭയാകുലോ ഹരേ ഇതി പ്രഭോ ത്വത്പുരുഷാഭിഭാഷിരേ. അനേന ഭോ ജന്മസഹസ്രകോടിഭി ഹൃദേഷു പാവേഷു നിഷ്കൃതീകൃത യദഗ്രഹീനാമ ഭയാകുലേ കരേ ഇതി പ്രഭോ ത്വത്പുരുഷാഭിഭാഷിരേ. ഇതി പ്രഭോ ത്വത്പുരുഷാഭിഭാഷിരേ. വായിച്ചാട്ട്. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. ജന്മ സഹസ്രകോടിഭിः കൃതേഷു പാപേഷു വിനിഷ്കൃതീകൃത യദഗ്രഹീന്നാമ ഭയാകുലോ ഹരേ ഇതി പ്രഭോ ത്വത്പുരുഷാഭിഭാഷിരേ. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. അനേന ഭോ ജന്മ സഹസ്രകോടിഭിः കൃതേഷു പാപേഷു വിനിഷ്കൃതീകൃത യദഗ്രഹീനാമ ഭയാകുലോ ഹരേ ഇതി പ്രഭോ ത്വത്പുരുഷാഭിഭാഷിരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. വായിച്ചോളൂ. അടുത്ത ആള്. ഹരേ കൃഷ്ണ മാതാജി. നന്ദപ്രണാം സാറേ.
अनेन भोजन्म सहस्रकोटिभिः कृतेषु पापेषु अपि निष्कृतिकृता यदग्रही नाम भयाकुलो हरे रिधि प्रभो त्वत्पुरुषा बभारिषे प्रभाषिरे. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ആ ഒരു പ്രവചനം വായിക്കുക. കടുവറക്കാൻ പ്രവചിമാരുണ്ടല്ലോ അല്ലെ? രണ്ടുപേരുടെ ഹരേ കൃഷ്ണ. ആ ഹരേ കൃഷ്ണ. വായിക്കൂ. അനേന ഭോ ജന്മ സഹസ്രകോടിഭിः കൃതേഷു പാപേഷ്വപി നിഷ്കൃതീകൃത യദഗ്രഹീന്നാമ ഭയാകുലോ ഹരേ ഇതി പ്രഭോ ത്വൽപുരുഷ ബഭാഷിരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. അനേനഭോ ജന്മ സഹസ്രകോടി. ജന്മത്തിന്റെ എത്ര ജന്മങ്ങൾ എടുത്തു കഴിഞ്ഞാലും ആ പാപങ്ങൾ ഇവൻ 1000 കോടി ജന്മങ്ങളിൽ ചെയ്തു പോയ പാപങ്ങൾ കൂടി പാശ്ചാത്യം ചെയ്തു കഴിഞ്ഞു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നാരായണ എന്നുള്ള ഒരു നാമം അവസാനം ചെല്ലുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നാമനാമം ഇഷ്ടംപോലെ ചെല്ലുന്നുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിങ്ങനെ എന്താ ഭൗതിക കാര്യങ്ങളിൽ വ്യവഹരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള നാളെ നമ്മൾ എന്തുണ്ടാക്കണം, അല്ലെങ്കിൽ ഇപ്പൊ എന്തുണ്ടാക്കണം, അവർക്ക് എന്ത് കൊടുക്കണേ, ഇവർക്ക് എന്ത് കൊടുക്കണേ, മറന്നു പോയ കാര്യങ്ങൾ പോലും നമ്മൾ നാമം ചെല്ലുന്ന സമയത്ത് നമ്മൾ ഓർക്കുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിനെ പിടികിട്ടാനെ കൊണ്ട് ഭയങ്കര പാടാന്നുള്ളതാണ്. അതുകൊണ്ട് പക്ഷെ ഇവനെന്താ എത്ര കോടി ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള പാവങ്ങളായാലും ആ ഒറ്റ നാരായണനെ വിളിച്ചത് എന്താ? സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അടുത്തായി എത്തിയിരിക്കുന്നു എന്നുള്ളതാ. അതുകൊണ്ട് എന്താ പറ്റിയത്? എല്ലാ കോടി ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള പാവങ്ങൾ പോലും അവന്റെ പ്രായശ്ചിത്തം അവൻ ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാ. അനേന വരുന്ന സഹസ്ര കോടി കൃതേഷു ഭാവേഷു അവേ നിഷ്കൃതി കൃത. എന്താ എന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പം ചെയ്തതിന്റെ കൂടി പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞു എന്നുള്ളത്. ഇപ്പം എന്തെങ്കിലും പക്ക പാവങ്ങളെ ചെയ്തിട്ടുള്ളല്ലോ, ആ പാവങ്ങളുടെ കൂടി പരിഹാരം ചെയ്തു കഴിഞ്ഞു. ഭയാകുലേ ഹരേ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ എന്താ ചെയ്തത്? പരവശനായിട്ട് ഹരിനാമകീർത്തനം ചൊല്ലി എന്നുള്ളതാ. നാരായണന്റെ നാമം എടുത്തു എന്നുള്ളതാ. നാമ ആഗ്രഹീത്, ഭഗവാന്റെ നാമം എടുത്തു അവിടെ. അതുകൊണ്ട് എന്താ? ഇതി പ്രവോ പുരുഷ ഭവാശിരി. അല്ലയോ ഭഗവാനെ, നിന്ദ്രയുടെ ദൂതന്മാർ പറഞ്ഞു. ഇതാര പറയുന്നത്? പട്ടതിരിപ്പാടാ പറയുന്നത്. പട്ടതിരിപ്പാട് എന്താ പറയുന്നത്? അങ്ങയുടെ ദൂതന്മാരായിട്ടുള്ള വിഷ്ണുദൂതന്മാർ എന്ത് പറഞ്ഞു? യമദൂതന്മാരോട് ഇവനാണെന്നുണ്ടെങ്കിൽ എന്താ അനേക കോടി ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള പാവങ്ങൾ പോലെ ഇവന്റെ ആ ഒറ്റ ഒരു നാരായണ നാമത്തില് എരിഞ്ഞു പോയി കഴിഞ്ഞു എന്നുള്ളതാ. എല്ലാ പാവങ്ങളും ഇല്ലാതായി. അന്നേരം ഇവന് മുക്തിപ്രദായകനാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഒരു ആവശ്യം ഇവിടെ ഇല്ല, ഞങ്ങളാണ് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞിട്ട് അവരെ ഓടിക്കാൻ നോക്കുവാണ്. നമ്മളായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വീഴാൻ തുടങ്ങും. പക്ഷെ നമ്മൾ നോർമലി അമ്മ എന്നാ വിളിക്കുന്നത്. പക്ഷേ എപ്പോഴും നാമം ചെല്ലുന്ന ആൾക്കാരുണ്ടല്ലോ, എന്റെ കൃഷ്ണ എന്നുള്ള വിളി മിക്കവാറും, അല്ലെങ്കിൽ എന്റെ ഗുരുവായൂരപ്പ, മിക്കവാറും ഉള്ളവരുടെ നാവിൽ അങ്ങനെ വരാറുണ്ടെന്നുള്ളതാ. എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉള്ളവരെന്ന് പറഞ്ഞ ഒരു ഹൈ സ്റ്റേറ്റിൽ എത്തിയിരിക്കുന്ന ആൾക്കാരാ. പെട്ടെന്ന് ആ നാമം നമ്മുടെ ഉള്ളിൽ വരില്ല നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് എന്നുള്ളതാണ്. രാമപുത്യാഭിമുകുന്ദകീർത്തനം ജഗത്യഗൗകാർമഹിമാസദാദർശ യഥാഗ്നിരേതാംസി യദൗഷധം ഗദാ ഇതി പ്രഭോ ത്വൽപുരുഷാ ബഭാഷിരേ. ത്രിനാമപുത്യാഭിമുകുന്ദകീർത്തനം ജഗത്യഗൗകാർമഹിമാസദാദർശ യഥാഗ്നിരേതാംസി യദൗഷധം ഗദാ ഇതി പ്രഭോ ത്വൽപുരുഷാ ബഭാഷിരേ. ത്രിനാമപുത്യാഭിമുകുന്ദകീർത്തനം ജഗത്യഗൗകാർമഹിമാസദാദർശ യഥാഗ്നിരേതാംസി യദൗഷധം ഗദാ ഇതി പ്രഭോ ത്വൽപുരുഷാ ബഭാഷിരേ. ത്രിനാമപുത്യാഭിമുകുന്ദകീർത്തനം ജഗത്യഗൗകാൻ മഹിമാസദാദർശ യഥാഗ്നിരേതാംസി യദൗഷധം ഗദാൻ ഇതി പ്രഭോ ത്വൽപുരുഷാ ബഭാഷിരേ. വായിക്കാമോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീനാമമൂർത്തിയാവിമുകുന്ദകീർത്തനം ജഗത്യൗകാൻമഹിമാസദാദൃശഃ യദാഗ്നിരേതാംസി യദൗഷധം ഗദാൻ ഇതി പ്രഭോ ത്വൽപുരുഷാ ബഭാഷിരേ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. മുകുന്ദകീർത്തനം ദഹത്യദൗക്യാൻ മഹിമാസ്യ താദൃശ യദാഗ്നിരേതാംസി ദൗഷധം ഗതാൻ ഇതി പ്രഭോ ത്വൽപുരുഷ ബഭാഷിരേ. ഹരി ബോൾ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ത്രിനാമബുദ്ധ്യാഭിമുകുന്ദകീർത്തനം നിഹത്യഗൗകാൻ മഹിമാസ്യ താദൃശാഃ
യഥാഗ്നിരേധാംസി യഥൗഷധം ഗദാ നിധി പ്രഭോ ത്വത്പുരുഷാ ബഭാഷിരേ. ഹരേ കൃഷ്ണ. അവിടെ ഗതാൻ എടുത്തിട്ട് ഇതി പറയണേ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. ആ ഒരു പ്രവചനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. ആ. നൃണാമ ബുദ്ധ്യാ വിമുകുന്ദ കീർത്തനം ദഹത്യഘൗഘാൻ മഹിമാസ്യതാദൃശ യഥാഗ്നിരേധാംസി യദൗഷധം ഗദാൻ ഇതി പ്രഭോ ത്വത്പുരുഷാ ബഭാഷിരേ. അരെ ബാപ്പരെ, അതിനകത്ത് അങ്ങോട്ട് എന്താ പറഞ്ഞ, അതിനകത്ത് ലയിച്ചിട്ടാണ് സുനിൽ പാടുന്നത്. ആ നല്ല രസമുണ്ട്. എവിടെയെങ്കിലും വായിക്കാൻ പോകുന്നുണ്ടോ ഭാര്യയുടെ കൂടെ? മാതാജി ഇന്ന് പോയിട്ട് ജനുവരി 9 തീയതിക്ക് പന്തളത്തേക്ക് പറഞ്ഞിട്ടുണ്ട്. പന്തളത്തേക്ക് പറഞ്ഞിട്ടുണ്ടോ? ജനുവരി 9-നോ? വെരി ഗുഡ്. ജനുവരി 9 മാതാജി കാണുമായിരിക്കും. നോക്കട്ടെ, ഉണ്ടെന്ന് തോന്നുന്നു. നൃണാമ ബുദ്ധ്യാവി മുകുന്ദ കീർത്തനം ജഗത്യ ഗൗഗാൻ മഹിമാസ താദൃശ യഥാഗ്നിരേധാംസി യഥൗഷധം ഗദാൻ ഇതി പ്രഭോ ത്വത്പുരുഷ ബഭാഷിരേ. അബദ്ധത്തിൽ ചെയ്തു പോയതാ നൃണാമ അബദ്ധ്യ മുകുന്ദ കീർത്തനം. എങ്ങനെയാണ് അബദ്ധത്തിലെ ചെയ്ത്? എന്താ, കുട്ടിയെ വിളിച്ചതാണ്, മനസ്സിലായോ? എന്നിട്ട് കൂടി ജഗത്യ ഗൗഗാൻ മഹിമാസ ദർശതി. ആ സങ്കീർത്തനം എന്തായി? എത്ര പാവം ഉണ്ടായാലും തീ എങ്ങനെയാ വിറകും കൂട്ടത്തെ കത്തിച്ചു കളയുന്നത് പോലെ ദഹിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാ. അഗ്നി യഥാമേധാംസി യഥാഗ്നിരേധാംസി യഥൗഷധം ഗദാ. ഔഷധം നമ്മൾ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലല്ലേ മരുന്ന് രോഗം മാറത്തുള്ളൂ എന്ന് പറയുന്നത് പോലെ ഇവന്റെ ആ പാപമെല്ലാം അറിഞ്ഞില്ല. നിർണാമഭാവിയാണ് മുകുന്ദ കീർത്തനം ചൊല്ലിയത്. അറിവില്ലാതാണ് ചെയ്തത്. എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പേടിച്ച് അവരെ വിളിച്ച് അവരെ എന്റെ മകനൊന്നും പറ്റരുതെന്ന് കരുതിയിട്ട് എന്താ പറഞ്ഞ, ഒരു സേഫ്റ്റി മെഷറായിട്ടാണ് നാരായണ ആ കുട്ടിയെ വിളിച്ചതാണെന്നുണ്ടെങ്കിൽ, അബദ്ധത്തിൽ വിളിച്ചതാണെന്നുണ്ടെങ്കിലും ആ മുകുന്ദ കീർത്തനം എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ അവന്റെ പാപങ്ങളെയല്ല എങ്ങനെയാ വിറകം കൂട്ടത്തെ തീ എങ്ങനെയാ ദഹിപ്പിക്കുന്നത് എന്നുപോലെ ദഹിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാ. പുരുഷ ബഭാഷിരേ. അല്ലയോ ഭഗവാനെ അവിടുത്തെ കിങ്കരന്മാരെ അങ്ങനെ പറഞ്ഞു. നോക്കി, അന്നേരം ഇതെല്ലാം എങ്ങനെയാണ് നോക്കൊരു എല്ലാം ഭഗവാനോടാ പറഞ്ഞത്. മനസ്സിലായി പറഞ്ഞു, ഗുരുവായൂരപ്പനോടാ പറഞ്ഞത്. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ കിങ്കരന്മാരെ അങ്ങനെ പറഞ്ഞു, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങയുടെ കിങ്കന്മാർ അങ്ങനെ ചെയ്തു, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു. എല്ലാം മീൻസ് എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാ. ഭട്ടതിരിപ്പാട് എല്ലാം ഭഗവാൻ പറഞ്ഞതിന് ശേഷം ഭഗവാൻ പറഞ്ഞത് കൊണ്ടാണ് ഇത് ചെയ്തത്, അങ്ങനെ ചെയ്ത് ഇങ്ങനെ. മീൻസ് എല്ലാത്തിലും മെയിനാണ് അവൻ ആരാണ്? ഭഗവാനാണ്. എല്ലാത്തിൻ്റെ സെന്റർ ആരാണ്? ഭഗവാനാണ്. ആ സെന്ററാണ്. നമുക്കും അതുപോലെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിന്റെ എന്ത് വേണം? ഭഗവാൻ നമ്മുടെ സെന്റർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒരു പ്രശ്നവുമില്ല, ഒരു ദുഃഖവും ഇല്ല, ഒരു ആകാംക്ഷയില്ല. എല്ലാം നമ്മുടെ ഭഗവാൻ നോക്കിക്കോളും. പിന്നെ നമ്മൾ എന്തിനാ ഈ വിഷമിക്കുന്നത്? പക്ഷെ കർമ്മങ്ങൾ ചെയ്യണം. ഭഗവാൻ പറയുന്നുണ്ട്, അതിനൊരു കഥയുണ്ടെന്നുള്ളതാ. ഒരു ഭയങ്കര ഒരു ഭക്തനുണ്ടായിരുന്നു, എപ്പോഴും നാരായണ നാരായണ മുകുന്ദ മുരാരേ എന്ന് പറഞ്ഞിരിക്കുന്ന ആളായിരുന്നു. പക്ഷെ ആ ഭക്തനാണെന്നുണ്ടെങ്കിൽ വെള്ളപ്പൊക്കം വന്ന സമയത്തുണ്ടല്ലോ, എന്റെ വീട്ടുകാരെല്ലാം ഇങ്ങനെ വെറസൈഡിൽ നിന്ന് വള്ളം കൊണ്ടുവന്നിട്ട് ഈ വീട്ടു സാധനങ്ങളും എല്ലാം കൊണ്ടുപോയി. പക്ഷെ ഇയാൾ എന്ത് പറഞ്ഞു? എന്റെ മുകുന്ദൻ എന്നെ നോക്കിക്കോളൂ, എന്റെ മുരാരി എന്നെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ എന്ത് ചെയ്തു? വെള്ളം ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു എന്താ തെങ്ങിന്റെ കൊമ്പാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചാഞ്ഞു വന്ന് വേണമെന്നുണ്ടെങ്കിൽ ആ തെങ്ങിന്റെ കൊമ്പിൽ ഇരുന്നിട്ട് അയാൾക്ക് രക്ഷപ്പെടായിരുന്നു. പക്ഷെ അയാൾ അതും ചെയ്തില്ല. എന്റെ കൃഷ്ണനെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ പിന്നെയാണെന്നുണ്ടെങ്കിൽ ഹെലികോപ്റ്റർ വരെ വന്നു ഇയാളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇയാൾ എന്താ പറഞ്ഞത്? എന്റെ കൃഷ്ണനെ നോക്കിക്കോളൂ. അങ്ങനെ വെള്ളം പൊങ്ങി അയാളെ വെള്ളത്തിൽ പോയി മരിച്ചു പോയിട്ട് മേലി എന്നപ്പോഴാണെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനല്ലേ ഞാന്, എന്നിട്ട് എന്നെ എന്തുകൊണ്ടാ ഇങ്ങനെ രക്ഷിക്കാതെ പോയി? എടാ ബുദ്ധൂസേ, എന്താ പമ്പര വിട്ടി, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എന്തായിട്ടാ വന്നത്? വള്ളം കൊണ്ടുവന്നു നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. പിന്നെ നീ എന്താ ചെയ്തത്? നിനക്ക് ഞാൻ പിന്നെ എന്റെ മനസ്സ് കേൾക്കാഞ്ഞിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു? തെങ്ങിനെ തന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ കുരിച്ച് നിന്റെ അടുത്ത് തന്നു എന്നുള്ളത്. എന്താന്ന് വെച്ചാൽ അത് കയറി നീ രക്ഷപ്പെട്ടോട്ടെന്ന് കരുതി. പക്ഷേ എന്നിട്ടും നീ ആണെന്നുണ്ടെങ്കിൽ എന്നെ അനുസരിച്ചില്ല. പിന്നെന്താ, ഹെലികോപ്റ്റർ കൊണ്ടുവന്നു നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാന്. പക്ഷെ അതിലും നീ അനുസരിച്ചില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ കർമ്മങ്ങൾ, അതിന്റെ അർത്ഥം എന്താ? ഭഗവാനെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ആ നാമം പറഞ്ഞുകൊണ്ട് എന്താ പറയുന്നത്, ചിന്താവിഷ്ട ശ്യാമളയുടെ കൂട്ടം അതിനകത്ത് ആ ശ്രീനിവാസൻ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ, ഉത്തരവാദിത്തങ്ങളിൽ നിന്നിട്ട് ഒളിച്ചോടാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാകരുത് ഈ നാമം. നമ്മുടെ ഉത്തരവാദിത്തങ്ങളും നമ്മുടെ കർമ്മങ്ങളും ബരാബർ കറക്റ്റിന് ചെയ്തതിന് ശേഷം വേണം
ചെയ്യണം. അതോടൊപ്പം നമ്മൾ നാമത്തിലും ഉൾക്കൊള്ളണം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ പങ്കെടുക്കണം. എന്താ, എല്ലാത്തിനെയും സമചിത്തതയോടുകൂടി കൈകാര്യം ചെയ്യണം നമ്മൾ. മനസ്സിലായി പറഞ്ഞേ? അല്ലാതെ വെറുതെ നാമം രാമ 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 പറഞ്ഞിരുന്നിട്ടും അങ്ങനെ കാര്യമില്ല. ഭഗവാൻ തൃപ്തരാവില്ല. നിന്റെ കർമ്മങ്ങൾ നീ ചെയ്യൂ, അതിന് ഞാൻ ഫലം തരും. നീ നിന്റെ കർമ്മങ്ങൾ എങ്ങനെ ചെയ്യണം? ഫലം ഇച്ഛിക്കാതെ തന്നെ നീ നിന്റെ കർമ്മങ്ങൾ ചെയ്യണം. ആ ഫലം ആർക്കുള്ളതാ? ഭഗവാനുള്ള. ഭഗവാന് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കും കിട്ടും തീർച്ചയായിട്ടും. ഭഗവാന് നമുക്ക് ആ ഫലം മൊത്തം ഭഗവാൻ തരും. ഭഗവാൻ എന്തിനാണ്? ഈ ലോകം മാത്രമാണ്. ഈ 14 ലോകത്തിന്റെ ആ അധിപനാണ്. എത്രയോ ബ്രഹ്മാണ്ടങ്ങളാണ് ഭഗവാൻ ഇന്ന് വരുന്നത്. അതുകൊണ്ട് ആ ബ്രഹ്മാണ്ടങ്ങളെ അകത്ത് പോയിട്ട് അത് അഖില കോടി ബ്രഹ്മാണ്ട പതിയാണ് ഭഗവാൻ. ആ ഭഗവാൻ നമ്മുടെ ഒന്നും വേണ്ട. നമ്മളെന്താണ് ഭഗവാന്റെ കട്ട് ചെയ്തിട്ട് നമ്മൾ ചോരന്മാരാണെന്നുള്ളതാ. ഭഗവാൻ നമുക്ക് തരുന്നു, എന്നിട്ട് നമ്മൾ വലിയ ഗമ പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കുന്നു, ഞാൻ അങ്ങനെ ചെയ്യുന്നു, ഞാൻ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നു. ആ ഒരു ഗമ. പക്ഷെ ഭഗവാന് നമ്മുടെ ഉള്ളില് ആ പരമാത്മാ സ്വരൂപിയായിട്ടുള്ള ഭഗവാൻ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഓർത്തോണം, നമ്മൾ എന്ത് കർമ്മം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഭഗവാനെ സെന്ററാക്കി നിർത്തിയിട്ട് ഫലേച്ഛ കൂടാതെ നമ്മൾ കർമ്മം ചെയ്യുക. ബാക്കി ഭഗവാൻ നോക്കിയോളും. ഭഗവാനിലേക്ക് വിട്ടുകൊടുത്തോളൂ. ഇനി അടുത്തത് ഏതാണ്? അങ്ങനെ അതെന്നുണ്ടെങ്കിൽ യമഭടന്മാര് വിഷ്ണുദൂതന്മാര് ഓടിച്ചു അവിടെ നിന്നിട്ട്. എന്നിട്ട് വിഷ്ണുദൂതന്മാർ ഇനി പറയുന്നതാണ് അടുത്തത്. ഇതിരുത്തൈര്യാമ്യ പടേരവാശ്രിതേ ഭവത്പടാന ചകണേ തിരോഹിതേ സ്മൃതി കഞ്ചന കാലമാചരേ ഭവൽപദം പ്രാവിഭവത്പടേരസോ. ഇതിരുത്തൈര്യാമ്യേ പടേരവാശ്രിതേ ഭവത്പടാന ചകണേ തിരോഹിതേ ഭവസ്മൃതിം കഞ്ചന കാലമാചരേ ഭവത്പദം പ്രാവിഭവത്പടേരസോ. ഇതിരിത്തൈരേയാമ്യ പടേരവാശ്രിതേ ഭവത്പടാനാച ഗണേ തിരോഹിതേ ഭവസ്മൃതിം കഞ്ചന കാലമാചരൻ ഭവത്പദം പ്രാവിഭവത്പടേരസൗ. ഇതിരിത്തൈര്യാമ്യ പടേര അവാശ്രിതേ ഭവത്പടാനാച ഗണേ തിരോഹിതേ ഭവസ്മൃതിം കഞ്ചന കാലമാചരൻ ഭവത്പദം പ്രാവിഭവത്പടേരസു. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഇതിരമ്യപടൈരപാശ്രിതേ ഭവത്പടാനാം ഗണേ തിരോഹിതേ ഭവത്സ്മൃതിം കഞ്ചന കാലമാചരൻ ഭവത്പദം പ്രാവിഭവത്പടൈരസൗ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. പെട്ടെന്ന് വായിക്കും. ഹരേ കൃഷ്ണ. ഇതിരിതൈര്യാമൃഭടൈരുപാശ്രിതേ ഭവത്പടനാം ച ഗണേ തിരോഹിതേ ഭവത്സ്മൃതിം കഞ്ചന കാലമാചരൻ ഭവത്പദം പ്രാവിഭവത്പടൈരസൗ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. അടുത്ത ആള് വായിക്കൂ. ഹരേ കൃഷ്ണ. ഇതിരൈര്യാമ്യ പടൈരവാശ്രിതേ ഭവത്പടാനാം ച ഗണേ തിരോഹിതേ ഭവസ്മൃതിം കഞ്ചന കാലമാചരൻ ഭവത്പദം പ്രാവിഭവത്പടൈരസൗ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഇതിരിത്തൈര്യാമ്യ പടേരവാശ്രിത അങ്ങനെ പറഞ്ഞിട്ട് എന്തായി? യമഭടന്മാർക്ക് ബോധ്യം വന്ന സമയത്ത് അവരങ്ങ് ഒഴിഞ്ഞുപോയി. ഭവത്പടാനാച ഗണേ തിരോഹിതേ. നിന്തിരുകുടിയുടെ എന്ത് പറഞ്ഞു? കിങ്കരന്മാരെ അജാമളനോട് പറഞ്ഞു, നിനക്ക് സമയമായിട്ടില്ല, നിന്റെ പാവങ്ങൾ നിന്നിലുണ്ട്, അതുകൊണ്ട് നീ എവിടെ പോണം? ബദ്രിനാഥിൽ പോകും. ബദ്രിനാഥിൽ പോയിട്ട് തപസ്സിരിക്കൂ എന്ന് പറഞ്ഞിട്ട് അവര് തിരോഹിതേച്ച, നിന്റെ പാപങ്ങളെല്ലാം തീർന്നതിന് ശേഷം ഞങ്ങൾ ഇതിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് അവരും പോയി. തിരോഹിതേച്ച അശോകഞ്ചന കാലം, കുറച്ചു കാലം അങ്ങനെ കഴിഞ്ഞു. എങ്ങനെ കഴിഞ്ഞു? ഭവസ്മൃതിയിൽ കഴിഞ്ഞു. മനസ്സിലായോ? ഭവസ്മൃതിയിൽ അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഭവത്പദം പ്രാവി ഭവത്പടൈരസോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭഗവാന് എന്താ, അജാമളന്റെ എല്ലാ പാവവും തീർന്ന സമയത്ത് വൈകുണ്ഠത്തിൽ നിന്ന് വിമാനം വന്നിട്ട് അജാമളനെ വൈകുണ്ഠത്തിലേക്ക് തന്നെ കൊണ്ടുപോയി എന്നുള്ളതാണ്. സോകിങ്കരാവേദന ശങ്കിതോയമാതരംഘ്രിഭക്തേഷുന്നഗമ്യതാമിതി സ്വകീയപൃതാനശിഷേച്ചതുച്ചഹേ സ ദേവപാദാലയനാഥ പാഹിമാം. സോകിങ്കരാവേദന ശങ്കിതോയമാതരംഘ്രിഭക്തേഷുന്നഗമ്യതാമിതി സ്വകീയപൃതാനശിഷേച്ച് സ്വകീയപൃതാന ശിഷിഷതു ഉച്ചഹേ ശിക്ഷിച്ചത് ഉച്ചഹേ സാ ദേവപാദാലയനാഥ പാഹിമ. സാ ദേവപാദാലയനാഥ പാഹിമ.
സ്വകിങ്കരാവേദന ശങ്കിതോയമാ ത്വദംഘ്രി ഭക്തേഷു ന ഗമ്യതാമിതേ സ്വകീയ വൃത്താന ശിക്ഷതുച്ഛഹേ പാഹി മാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. സ്വകിങ്കരാവേദന ശങ്കിതോയമ്മ ത്വദംഘ്രി ഭക്തേഷു ന ഗമ്യതാമിതി